നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. അഭിമാനത്തോടെ കോട്ടയം റബ്ബർ ഗവേഷണ കേന്ദ്രം. റബ്ബർ പാലിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ പെയിന്റ് വികസിപ്പിച്ചു. നവീന സാങ്കേതിക വിദ്യയുടെ ഉദ്ഘാടനവും സാങ്കേതിക വിദ്യ കൈമാറ്റവും നടന്നു. സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര വിപണിക്ക് ജില്ലയിൽ തുടക്കം. 13 സബ്സിഡി നിരക്കിൽ പ്രധാന ആകർഷണമായി സാന്റ ഓഫർ. ലക്ഷാധിപതിയായി സ്വർണം. പവന് 1 ലക്ഷം രൂപ കടന്നു. വിലവർധന ചരിത്രത്തിലാദ്യം. പൊൻകുന്നത്തിന് പുത്തൻ അനുഭവമായി ഹോളി നൈറ്റ് കരോൾ. ടൗൺ കീഴടക്കി ക്രിസ്മസ് പാപ്പാമാരും മാലാഖമാരും. വാർത്തകൾ വിശദമായി. റബ്ബർ പാലിൽ നിന്നും പുതിയ പെയിന്റ് വികസിപ്പിച്ചെടുത്തു. കോട്ടയം റബ്ബർ ഗവേഷണ കേന്ദ്രമാണ് പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. സാങ്കേതിക വിദ്യയുടെ ഉദ്ഘാടനവും കേരള പെയിന്റിന് സാങ്കേതിക വിദ്യ കൈമാറ്റവും ഇന്ന് രാവിലെ നടന്നു. ദേവസ്വം സഹകരണം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. റബ്ബർ പാലിൽ നിന്നും പെയിന്റ് ഉൽപ്പാദിപ്പിച്ച് കോട്ടയം റബ്ബർ ഗവേഷണ കേന്ദ്രം. കഴിഞ്ഞ 1.5 വർഷമായി കോട്ടയം റബ്ബർ ബോർഡിന് കീഴിലുള്ള റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളുടെ ഫലമായാണ് റബ്ബർ പാലിൽ നിന്നും ഉയർന്ന ഗുണമേന്മയുള്ള പരിസ്ഥിതി സൗഹൃദ പെയിന്റ് നിർമ്മിച്ചത്. പ്രകൃതിദത്ത റബ്ബർ പാൽ, കടൽ കക്ക, കളിമണ്ണ്, സസ്യസത്തുക്കൾ തുടങ്ങിയ ഘടകങ്ങൾ ചേർത്ത് നിർമ്മിച്ചെടുത്ത പെയിന്റ് വാട്ടർ ബേസ്ഡ് എമൽഷൻ പെയിന്റ് ആയതിനാൽ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാക്കുകയില്ല. ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ടെക്നിക്കൽ കൺസൾട്ടൻസി വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന റബ്ബർ പ്രോഡക്ട്സ് ഇൻക്യുബേഷൻ സെന്ററാണ് ഈ നൂതന പെയിന്റ് കേരള പെയിന്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്തത്. ഭദ്രം എന്ന പേരിലാണ് പെയിന്റ് പുറത്തിറക്കിയിരിക്കുന്നത്. നവീന സാങ്കേതിക വിദ്യയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും സാങ്കേതിക വിദ്യ കൈമാറ്റവും രാവിലെ നടന്നു. പുതുപ്പള്ളി ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ സിൽവർ ജൂബിലി ഹാളിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാർശ്വഫലങ്ങളില്ലാത്ത കേരളത്തിന്റെ സ്വന്തം പെയിന്റിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കാൻ കഴിഞ്ഞാൽ വലിയ വിപണി ലഭിക്കുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇത് റിസർച്ചിലൂടെ കണ്ടെത്തിയതിന്റെ എല്ലാ അർത്ഥത്തിലും ഇത് ഇത്തരത്തിലേക്ക് വരാൻ ഇടവരുന്ന പാർശ്വഫലങ്ങളിൽ ഒന്ന് ഈ പെയിന്റുകളിൽ ഉണ്ടാകുന്നതാണ് എന്ന് ഗവേഷണത്തിലൂടെ കണ്ടെത്താനും അത് മാനവരാശിയെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞാൽ നിശ്ചയമായും ഈ പ്രകൃതിദത്ത ഏറ്റവും സുന്ദരമായി മറ്റ് പാർശ്വഫലങ്ങളില്ലാതെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു പെയിന്റ് എന്ന രൂപത്തിൽ കേരള പെയിന്റിനെ നമ്മൾ കൃത്യമായി വിപണിയിലേക്ക് എത്തിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ചാൽ ഇതിന് വലിയ മാർക്കറ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിലും ഒരു സംശയവും എനിക്കില്ല. അതിനാണ് അർത്ഥത്തിൽ തന്നെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. റബ്ബർ ബോർഡ് ഡയറക്ടർ M വാസന്ത ഗണേശൻ, KV ദയാൽ, ഡോക്ടർ ഷേറ മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര വിപണി കോട്ടയം ജില്ലയിൽ തുറന്നു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര വിപണിക്ക് ജില്ലയിൽ തുടക്കമായി. തിരുനക്കര മൈതാനത്ത് നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചില ഉൽപ്പന്നങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്പാദന രീതി നടപ്പിലാക്കിക്കൊണ്ടാണ് ത്രിവേണി അതിന്റെ സ്വന്തം പ്രോഡക്റ്റുകളൊക്കെ രംഗത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും നമുക്ക് ഉപഭോക്താക്കൾക്ക് മര്യാദ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കിക്കൊണ്ടാണ് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ മാർക്കറ്റുകൾ ഇന്ന് സമാരംഭിക്കുന്നത്. എല്ലാ ജില്ലാതലങ്ങളിലും അതുപോലെ തന്നെ ത്രിവേണിയുടെ ഔട്ട്ലെറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ മാർക്കറ്റ് സമാരംഭിക്കുന്ന കാര്യം ചെയർമാനോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാം വലിയ രൂപത്തിലുള്ള വില മാർക്കറ്റിൽ ഉയർന്നു വരുമ്പോൾ ആ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും വേണ്ടി മുന്നോട്ട് വരുന്ന സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ കാഴ്ചപ്പാടിലുള്ള നീക്കമാണ് കൺസ്യൂമർ ഫണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പനയും മന്ത്രി നടത്തി. സപ്ലൈകോ മേഖലാ മാനേജർ R ബോബൻ, ജില്ലാ സപ്ലൈ ഓഫീസർ B സജിനി, മുനിസിപ്പൽ കൌൺസിലർ S ഗോപകുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് സന്തോഷ് കേശവനാഥ്, PK ആനന്ദക്കുട്ടൻ, ബാബു കപ്പക്കാല, ടോമി വേദഗിരി എന്നിവർ പങ്കെടുത്തു. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സാന്റ ഓഫറാണ് വിപണിയുടെ പ്രധാന ആകർഷണം. കേക്ക്, പഞ്ചസാര, തേയില, പായസം മിക്സ്, ശബരി അപ്പപ്പൊടി, മസാലകൾ തുടങ്ങിയ 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ 667 രൂപയുടെ സാന്റ കിറ്റ് 500 രൂപയ്ക്കാണ് വിപണിയിലുള്ളത്. ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവ് ലഭിക്കും. മട്ട, ജയരി 33 രൂപയ്ക്കും, 44 രൂപയുടെ പഞ്ചസാര 35 രൂപയ്ക്കും, 84 രൂപയുടെ വൻപയർ 68 രൂപയ്ക്കും, 108 രൂപയുടെ ചെറുപയർ 85 രൂപയ്ക്കും, 110 രൂപയുടെ ഉഴുന്ന് 87 രൂപയ്ക്കും ലഭിക്കും. 102 രൂപയുടെ തുവരപ്പരിപ്പ് 85 രൂപയ്ക്കാണ് നൽകുന്നത്. വെളിച്ചെണ്ണ 309 രൂപയ്ക്ക് ലഭ്യമാണ്. ജനുവരി 1 വരെ നീളുന്ന ഫെയറിന്റെ പ്രവർത്തന സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 8 വരെയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ഫെയറിന് പാലാ സൂപ്പർ മാർക്കറ്റിൽ തുടക്കമായി. ജനുവരി 1 വരെയാണ് ഫെയർ. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ഫെയറിന് പാലാ സൂപ്പർ മാർക്കറ്റിൽ തുടക്കമായി. ജനുവരി 1 വരെയാണ് ഫെയർ. മീനച്ചിൽ താലൂക്ക് ക്രിസ്മസ് പുതുവത്സര ഫെയറിന്റെ ഉദ്ഘാടനം പാലാ സൂപ്പർ മാർക്കറ്റിൽ വാർഡ് കൗൺസിലർ ജോസിൻ ബിനോ നിർവഹിച്ചു. നമ്മുടെ സപ്ലൈകോ എന്നും നമ്മുടെ കൂടെ ഉണ്ട്, സർക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. കാരണം ഒരു 10-13 ഐറ്റങ്ങൾക്ക് സ്ഥിരമായി നമുക്ക് സബ്സിഡി കിട്ടുന്ന സപ്ലൈകോയാണ്. എല്ലാവരും എല്ലാ മാസവും വന്ന് സപ്ലൈകോയിൽ വന്ന് സാധനം മേടിക്കുന്നവരാണ്. തീർച്ചയായും ഈ സമയത്ത് നമ്മുടെ ക്രിസ്മസിന് 10 ദിവസം ഓണത്തിന് നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു. ഈ സ്ഥിരമായി കിട്ടുന്ന 13 ഐറ്റം കൂടാതെ തന്നെ 129 ഐറ്റത്തിന് അന്നും ഉണ്ടായിരുന്നു. അതേ ഇത് തന്നെ ഇപ്പോഴും നൽകുന്നു. ഇപ്പോൾ ഈ ക്രിസ്മസിന് ഇപ്പോൾ പറഞ്ഞ കേക്കിൻ്റെ ഐറ്റം വേറെ കറക്റ്റായിട്ട് എല്ലാം വില കുറേയൊക്കെ പറഞ്ഞു. നമ്മൾ ഈ ഒരു സമയത്ത് 10 ദിവസ സമയത്ത് നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ വിനിയോഗിക്കണമെന്ന് പറയുന്നു. നമ്മൾ പത്രങ്ങളിലും ഒക്കെ ഇപ്പോൾ മീഡിയ വഴിയൊക്കെ എല്ലാം പബ്ലിസിറ്റി ആവും. എല്ലാവരും മാക്സിമം ഉപയോഗിക്കുക. സപ്ലൈകോ പാലാ ഡിപ്പോ മാനേജർ MK സൗമ്യകുമാരി അധ്യക്ഷയായിരുന്നു. യോഗത്തിൽ ഡിപ്പോ ജൂനിയർ മാനേജർ EG മഞ്ജു, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. 13 സബ്സിഡി സാധനങ്ങൾക്കൊപ്പം 250-ലധികം ബ്രാൻഡ് സാധനങ്ങൾ വിപണി വിലയേക്കാൾ 5% മുതൽ 30% വരെ ആകർഷണീയമായ വിലക്കുറവിൽ ഇവിടെ ലഭിക്കും. കൂടാതെ ക്രിസ്മസ് കേക്ക്, മസാലകൾ ഉൾപ്പെടെ 12 ഇനങ്ങൾ അടങ്ങുന്ന 667 രൂപ വരുന്ന സാന്റാസ് ക്രിസ്മസ് ഗിഫ്റ്റ് ബോക്സ് 500 രൂപയ്ക്കും നൽകും. ന്യൂസ് ബ്യൂറോ, പാലാ. ലക്ഷാധിപതി പദവിയിൽ സ്വർണം. സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി 1 പവൻ സ്വർണത്തിന് 1 ലക്ഷം രൂപ കടന്നു. 1,01,600 രൂപയാണ് 1 പവന്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില പവന് 1 ലക്ഷം രൂപ കടന്നു. ഇനി സ്വർണത്തിൽ ലക്ഷങ്ങളുടെ കണക്കുകൾ മാത്രം. ഇന്ന് പവന് 1,01,600 രൂപയാണ്. ഈ വർഷം ജനുവരിയിൽ 57,000 രൂപ നിരക്കിൽ മാത്രമായിരുന്നു വില. ഒറ്റ വർഷം കൊണ്ടാണ് ഇരട്ടിച്ച് ലക്ഷം ഭേദിച്ചത്. സ്വർണ്ണവിലയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ മുന്നേറ്റം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ കുറഞ്ഞ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ 1,13,000 രൂപയിലധികം വേണ്ടിവരും. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 150 രൂപ വർദ്ധിച്ച് 10,325 രൂപയിലെത്തി. വെള്ളിവില 5 രൂപ ഉയർന്ന് 218 രൂപയുമായിട്ടുണ്ട്. ഈ മാസം ഇതുവരെ സ്വർണം ഗ്രാമിന് 520 രൂപയും പവന് 4,200 രൂപയുമാണ് കൂടിയത്. രാജ്യാന്തര സ്വർണ്ണവില ട്രോയ് ഔൺസിന് $4,400 കടന്നു നടത്തുന്ന കുതിപ്പാണ് വില കുത്തനെ കൂടാൻ കാരണം. $85 വർദ്ധിച്ച് $4,425 എന്ന നിരക്കിലാണ് രാജ്യാന്തര സ്വർണ്ണവില. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന തകർച്ചയും ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില കൂടാൻ കാരണമായിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളിൽ പൊതുവെ കിട്ടുന്ന സുരക്ഷിത നിക്ഷേപം എന്ന പരിവേഷമാണ് സ്വർണത്തിനും വെള്ളിക്കും കരുത്താകുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാരോപിച്ച് കോട്ടയത്ത് LDFന്റെ പ്രതിഷേധം. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും അണിനിരന്ന ധർണയിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം ജ്വലിച്ചു. കോടിക്കണക്കിന് ആളുകളുടെ ആശ്രയമായ തൊഴിലുറപ്പിനെ ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാരുകളുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ശ്രമം. രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ച് കേന്ദ്ര സർക്കാർ ബിൽ പാസ്സാക്കുകയും ചെയ്തു. ഇതിനെതിരെ വിപുലമായ പ്രതിഷേധ പരിപാടികൾ തുടരാനാണ് LDFന്റെ തീരുമാനം. ധർണ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദോഷം വരുന്നത് തൊഴിലുറപ്പ് രംഗത്ത് പണിയെടുക്കുന്നവർക്ക് മാത്രമല്ല, കാർഷിക മേഖലയിലാണ് അധികവും ജോലി ചെയ്യുന്നത്. ചെറുകിട കൃഷിക്കാർക്ക്, ഇടത്തരം കൃഷിക്കാർക്ക് എത്രയോ വലിയ സഹായകരമായ പദ്ധതിയാണ്. ആ പദ്ധതിയാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന കൃഷിക്കാരെയും ബാധിക്കുന്നതാണ് ഈ പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരായി രാജ്യവ്യാപകമായി ആരംഭിച്ചിരിക്കുന്ന പ്രക്ഷോഭം കേരളത്തിൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന പ്രക്ഷോഭം അടുത്ത് ഇതിന്റെ ഭാഗമായി കൂടുതൽ ശക്തിയോടുകൂടി ജില്ലാ കേന്ദ്രങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമരവും അതോടൊപ്പം തന്നെ രാജ്ഭവന്റെ മുമ്പിലേക്കുള്ള മാർച്ചും അടക്കമുള്ള സമര പരിപാടികളാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്ലാൻ ചെയ്തിരിക്കുന്നത്.
CPI ജില്ലാ സെക്രട്ടറി VK സന്തോഷ് കുമാർ അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ, LDF ജില്ലാ കൺവീനർ ലോപ്പസ് മാത്യു, മറ്റ് LDF നേതാക്കളായ CK ശശിധരൻ, രാജീവ് നെല്ലിക്കുന്നൽ, മാത്യൂസ് ജോർജ്, MK ദിലീപ്, VB ബിനു, PK ആനന്ദക്കുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നത്തിന് വേറിട്ട അനുഭവം സമ്മാനിച്ച ഹോളി നൈറ്റ് ക്രിസ്മസ് കരോൾ. പൊൻകുന്നം കാത്തലിക് യങ് മെൻ അസോസിയേഷനാണ് കരോൾ സംഘടിപ്പിച്ചത്. നിരവധി ക്രിസ്മസ് പാപ്പാമാർ, ബലൂണുകൾ കയ്യിലേന്തിയ കുട്ടികൾ, മാലാഖമാർ, വാദ്യമേളങ്ങൾ. പൊൻകുന്നത്തിന് ക്രിസ്മസ് ദിനങ്ങളിൽ മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച് ഹോളി നൈറ്റ് ക്രിസ്മസ് കരോൾ. 8 പതിറ്റാണ്ടായി പൊൻകുന്നത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയ കാത്തലിക് യങ് മെൻ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് കരോൾ നടത്തിയത്. പൊൻകുന്നം ഹോളി ഫാമിലി ഫൊറോന പള്ളി അങ്കണത്തിൽ നിന്നും ഇടവക വികാരി ഫാദർ ഡോക്ടർ തോമസ് പൂവത്താനിക്കുന്നേൽ ക്രിസ്മസ് കരോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഓരോ ക്രിസ്തുമസും നൽകുന്നതെന്ന് ഫാദർ തോമസ് പൂവത്താനിക്കുന്നേൽ പറഞ്ഞു. ഈ ജൂബിലിയുടെ ആദർശവാക്യമായ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ റോമാക്കാർക്കുള്ള ലേഖനം നമ്മളോട് പറയുന്നത് പോലെ പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല. ക്രിസ്മസ് പ്രത്യാശയുടെ വലിയ ആഘോഷമാണ്. ഇത് പ്രകാശത്തിന്റെ ആഘോഷമാണ്. ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. ചുവപ്പ്, വെള്ള നിറങ്ങളിലുള്ള ബലൂണുകൾ ഏന്തിയ കുട്ടികൾ കരോളിൽ അണിനിരന്നു. മാലാഖമാർ, ക്രിസ്മസ് നക്ഷത്രം, ക്രിസ്മസ് ട്രീ, ഉണ്ണിയേശുവിന്റെ മാതാപിതാക്കളായ ഔസേപ്പും മറിയവും, നിരവധി ക്രിസ്മസ് പാപ്പാമാർ എന്നിങ്ങനെ നീളുന്നു കരോളിലെ സാന്നിധ്യം. കാളവണ്ടിയിലെത്തിയ സാന്താക്ലോസ് ജനങ്ങളെ അനുഗ്രഹിച്ചു. ഒപ്പം പൂജരാജാക്കന്മാരും വാദ്യമേളങ്ങളും. പള്ളിയങ്കണത്തിൽ നിന്നും പുറപ്പെട്ട റാലി ടൗൺ ചുറ്റി തിരികെ പള്ളിയിലെത്തി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രവളപ്പിലെ രുദ്രാക്ഷമരം നിറയെ കായ്ച്ചു. ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണ് രുദ്രാക്ഷമരങ്ങൾ. 17 വർഷം മുൻപാണ് ക്ഷേത്രവളപ്പിൽ രുദ്രാക്ഷ തൈ നട്ടത്. ഭക്തരുടെ മനസ്സിൽ ആഹ്ലാദവും ഭക്തിയും നിറച്ച് പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രവളപ്പിൽ രുദ്രാക്ഷമരം നിറയെ കായ്ച്ചു. 2009 ക്ഷേത്രവളപ്പിൽ രുദ്രാക്ഷ തൈ നട്ടത്. 17ാം വർഷമായ ഇക്കുറിയാണ് നിറയെ രുദ്രാക്ഷം കായ്ച്ചത്. പിരിയൻ പഞ്ചമുഖ രുദ്രാക്ഷമാണിത്. 5 മുഖങ്ങളുള്ളതും എന്നാൽ സാധാരണ രുദ്രാക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായി പിരിവുകൾ അഥവാ വരകളോടുകൂടിയ രുദ്രാക്ഷമാണിത്. ശ്രീ മഹാദേവൻ ത്രിപുരാസുരനെ നിഗ്രഹിക്കാനും ദേവന്മാരെ രക്ഷിക്കാനും വിഘ്നങ്ങളെ ഇല്ലാതാക്കാനുമായി അഘോരശാസ്ത്രത്തെ സ്മരിച്ചപ്പോൾ ഭഗവാന്റെ നേത്രങ്ങളിൽ നിന്നും അശ്രുകണങ്ങൾ ഇറ്റുവീണെന്നും അശ്രുബിന്ദുക്കൾ വളർന്ന് രുദ്രാക്ഷ മഹാവൃക്ഷങ്ങൾ ഉണ്ടായി എന്നുമാണ് വിശ്വാസം. പിരിയൻ പഞ്ചമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വിശ്വസ്തതയും മാനസികാരോഗ്യവും വർദ്ധിപ്പിക്കാനും ഭാഗ്യവും ഐശ്വര്യവും ഏകാഗ്രതയും നേടാനും സഹായിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ക്ഷേത്രത്തിൽ രുദ്രാക്ഷം നിറയെ കായ്ച്ചത് ഏറെ സന്തോഷമുണ്ടാക്കുന്നതായി ദേവസ്വം മാനേജർ സരീഷ് പറഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള നമ്മുടെ രുദ്രാക്ഷമരം 1-2 കായ്കളൊക്കെ ആയിരുന്നു ഇതുവരെ നമുക്ക് ലഭിച്ചതെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ആ രുദ്രാക്ഷമരത്തിൽ നിറയെ രുദ്രാക്ഷങ്ങൾ കായ്ച്ചു നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് ഈ സങ്കേതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കോട്ടയം നഗരത്തിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗത്തിൽ VBGR ബില്ലിന്റെ കോപ്പി കത്തിച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമത്തിനെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സ്ത്രീകൾ കോട്ടയം നഗരത്തിൽ പ്രകടനം നടത്തി. ഗാന്ധി സ്ക്വയറിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ VBGR ബില്ലിന്റെ കോപ്പി കത്തിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് രമ മോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഷമീം അഹമ്മദ്, ജില്ലാ ട്രഷറർ B രമേശ്, സുജാത സുശീലൻ, ധന്യ സാബു, ജയകുമാരി, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷീജ അനിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം KV ബിന്ദു, അബ്ദുൾ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് മണക്കാട്ട് ഗ്രാമത്തിന് ഇനി ഉത്സവത്തിന്റെ നാളുകൾ. തിരുവുത്സവത്തിന് ഡിസംബർ 27 കൊടിയേറും.
ആശ്രിത വത്സലയും സർവ്വദുരിത സംഹാരകയും അഭീഷ്ടപ്രദായിനിയുമായ മണക്കാട്ടമ്മയുടെ ഈ വർഷത്തെ തിരുവുത്സവം ഡിസംബർ 27 മുതൽ ജനുവരി 1 വരെ നടക്കും. ഡിസംബർ 27-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് കൊടിക്കൂറ ഘോഷയാത്ര. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ഉപസഭ ജംഗ്ഷൻ പൊന്നക്കൽ കുന്ന് ഗ്രാമദീപം NSS കരയോഗം വഴി ഘോഷയാത്ര നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിക്കൂറ കൊടിക്കയർ സമർപ്പണവും നടക്കും. 7 മണിക്കാണ് തൃക്കൊടിയേറ്റ്. തന്ത്രി താമരക്കാട്ട് ചെങ്ങഴശ്ശേരി ഇല്ലം സന്തോഷ് നമ്പൂതിരിയും താഴത്തുമന ഇല്ലം സുരേഷ് നമ്പൂതിരിയും മേൽശാന്തി കടൂപ്പറമ്പിൽ ഇല്ലം KS രഞ്ജിത്ത് നമ്പൂതിരിയും ചേർന്ന് തൃക്കൊടിയേറ്റ് നടത്തും. അന്നേ ദിവസം തിരുവരങ്ങിൽ വൈകുന്നേരം 7 മണിക്ക് ഭദ്രദീപ പ്രകാശനം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS നിർവഹിക്കും. ഡിസംബർ 28-ാം തീയതി പകൽ 11:30 കളമെഴുത്തും പാട്ടും നടക്കും. ഡിസംബർ 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം മണക്കാട്ട് ശ്രീഭദ്ര നാരായണ സമിതിയുടെ പുരാണ പാരായണം ഉണ്ടായിരിക്കും. അന്നേ ദിവസം വൈകുന്നേരം 7:45 ഡാൻസും 8:30 ഗാനമേളയും അരങ്ങേറും. 4-ാം ഉത്സവ ദിവസമായ ഡിസംബർ 30 രാവിലെ 9 മണിക്ക് ഉത്സവ ബലി ആരംഭിക്കും. 11:30 ഉത്സവ ബലി ദർശനം. അന്നേ ദിവസം രാത്രി 7:15 തീച്ചാമുണ്ടി കരിങ്കുട്ടിച്ചാത്തൻ തെയ്യം നടക്കും. പ്രശസ്ത തെയ്യം കലാകാരൻ കോഴിക്കോട് ശ്രീനിവാസൻ തലയാളാവും. ജനുവരി 1-ാം തീയതിയാണ് തിരുവാറാട്ട്. വൈകുന്നേരം 5 മണിക്ക് ആറാട്ട് ബലിയും തുടർന്ന് ആറാട്ടെഴുന്നള്ളത്തും നടക്കും. 6:30 തിരുവാറാട്ട് നടക്കുക. 2025 ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച ആണ് കൊടിയേറ്റ്. 2026 ജനുവരി 1 തിരുവാറാട്ടോടെ ഉത്സവം സമാപിക്കും. ഡിസംബർ 28 കളവെഴുത്തും പാട്ടും ദർശന പ്രാധാന്യമുള്ളതാണ്. ഡിസംബർ 30 ഉത്സവബലി, ഡിസംബർ 31 പള്ളിവേട്ട, 26 ജനുവരി 1 വ്യാഴാഴ്ച തിരുവാറാട്ടോടെ ഉത്സവം സമാപിക്കും. രാത്രി 8:30 ആറാട്ടെഴുന്നള്ളിപ്പും ഉണ്ടാവും. രാത്രി 11:30 കൊടിയിറക്ക്. സമാപന ദിവസമാണ് രഥോത്സവം. പൊൻകുന്നത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് NP ശ്രീകുമാർ, സെക്രട്ടറി PG രാജു, ട്രഷറർ ഷൈൻ S പിള്ള, KR മധു, CS പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇളംകുളം സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ വ്യാകുല മാതാവിന്റെ ദർശന തിരുനാളിന് നാളെ കൊടിയേറും. പകൽ 11:45 നടക്കുന്ന കൊടിയേറ്റിന് പള്ളി വികാരി ഫാദർ ഡാർവിൻ വാലുമണ്ണൽ കാർമ്മികത്വം വഹിക്കും. സമാപന ദിവസമായ ഡിസംബർ 28 വൈകിട്ട് 5:45 101 പൊൻകുരിശുമായി പ്രദക്ഷിണം നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24-ാം തീയതി ക്രിസ്മസ് ആഘോഷത്തോടുകൂടി രാത്രിയിലെ ക്രിസ്മസ് ആഘോഷത്തോടുകൂടിയാണ് തിരുനാൾ ആരംഭിക്കുക. വൈകുന്നേരം 11:45 കൊടിയേറ്റും. അതിനുശേഷം അതിനു മുമ്പായിട്ട് തന്നെ കരോൾ മത്സരമുണ്ട്. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കരോൾ മത്സരം 7:30 മുതലുണ്ട്. 12 മണിക്ക് പിറവി തിരുനാളിൻ്റെ കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും എല്ലാം ഉണ്ട്. പിറ്റേ ദിവസം വൈകുന്നേരം 7 മണിക്ക് പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേള ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും അന്ന് വൈകുന്നേരം ഇടവക കൂട്ടായ്മയുടെ പ്രോഗ്രാമുകളാണ്. കൂട്ടായ്മ അടിസ്ഥാനത്തിലും സംഘടനാടിസ്ഥാനത്തിലുമുള്ള ഇടവകയിലെ ആളുകളുടെ പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുഴുക്ക് നേർച്ചയും അതുപോലെ തന്നെ അമല കമ്മ്യൂണിക്കേഷൻ്റെ നാടകം ഒറ്റ എന്നുള്ള നാടകവും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഭിമാനത്തോടെ കോട്ടയം റബ്ബർ ഗവേഷണ കേന്ദ്രം. റബ്ബർ പാലിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ പെയിന്റ് വികസിപ്പിച്ചു. നവീന സാങ്കേതിക വിദ്യയുടെ ഉദ്ഘാടനവും സാങ്കേതിക വിദ്യ കൈമാറ്റവും നടന്നു. സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര വിപണിക്ക് ജില്ലയിൽ തുടക്കം. 13 സബ്സിഡി നിരക്കിൽ. പ്രധാന ആകർഷണമായി സാന്റ ഓഫർ. ലക്ഷാധിപതിയായി സ്വർണം. പവന് 1 ലക്ഷം രൂപ കടന്നു. വിലവർധന ചരിത്രത്തിലാദ്യം. പൊൻകുന്നത്തിന് പുത്തൻ അനുഭവമായി ഹോളി നൈറ്റ് കരോൾ. ടൗൺ കീഴടക്കി ക്രിസ്മസ് പാപ്പാമാരും മാലാഖമാരും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.